അതെ, അല്ല, അവിടെ ഏറ്റവും ഉചിതമായ സ്ഥാനാർത്ഥി ശ്രീ ചന്ദ്രനാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലെല്ലാം ഇരുന്ന ആളുകളാണ്. ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ പാർട്ടിയുടെ വലിയ പ്രശ്നങ്ങളാണ് അവിടെ നിങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ അടുത്ത കാലഘട്ടങ്ങളിൽ പാർട്ടി ഓഫീസിലെ അക്രമങ്ങളും മർദ്ദനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സംഭവങ്ങളെല്ലാം അവിടെ നടക്കുകയുണ്ടായി. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു വലിയ വിഭാഗീയതയുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുമാത്രമല്ല, പാർട്ടിയുടെ ഔദ്യോഗിക വിഭാഗം എന്നുള്ള രീതിയിൽ അടുത്ത കാലഘട്ടങ്ങളിൽ പല തലങ്ങളിലായി നേതാക്കന്മാരെ സ്വാധീനിച്ച് വന്നവർ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയുണ്ടായി. അതിൽ പ്രതിഷേധിച്ചാണ് എല്ലാവരും അവിടെ നിന്ന് പാർട്ടി വിട്ടു പോകുന്നത്. അവിടെ പാർട്ടിക്ക് വേണ്ടി മുൻകാലങ്ങളിലെല്ലാം പ്രവർത്തിച്ച ആളുകളാണ്. അത്തരത്തിലുള്ളവരുടെ ഒരു വലിയ പ്രതിഷേധം അവിടെയുണ്ട്. ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുൻകാലങ്ങളിൽ പാർട്ടി വിട്ടു പോകുന്ന ആളുകളാണ്. അപ്പോൾ അവർ മുൻ കൗൺസിലറാണ്. ഏറ്റവും ഉചിതമായ സ്ഥാനാർത്ഥി അവിടെ ചന്ദ്രൻ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ സ്വതന്ത്രരായി ഞങ്ങൾ മത്സരിപ്പിക്കുന്നത്. ഏത് പദ്ധതി? ഒരു മിനിറ്റ്, ഞാനത് ശ്രീ ടോണി ചമ്മടി തന്നെ, മുൻ മേയറാണ്, അദ്ദേഹം തന്നെ അത് വളരെ കൃത്യമായി അതിനുള്ള മറുപടി തരും. വളരെ കൃത്യമായ മറുപടി തരും. DCC പ്രസിഡന്റ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. UDFന്റെ ഭരണസമിതികൾ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ള ഭരണസമിതിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചുള്ളൂ. പുതിയൊരു വികസന പദ്ധതിയും ഏറ്റെടുത്തില്ലാത്തതാണ്. ആ അർത്ഥത്തിൽ ഞാൻ മേയറായിരുന്ന 2010 മുതൽ കേന്ദ്ര ഗവൺമെൻറ് സ്മാർട്ട് സിറ്റി പദ്ധതി നേടിയെടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളാണ് താങ്കൾ ഈ പറഞ്ഞതല്ല. സമൃദ്ധി ഞാൻ പറഞ്ഞില്ല, സമൃദ്ധി ഈ കൗൺസിലിന്റെ കാലത്ത് തുടങ്ങി വെച്ചതാണ്. അല്ല, അങ്ങനെ എണ്ണ എടുക്കാനാണെങ്കിൽ ഞങ്ങൾ കുറ്റപത്രത്തിന്റെ ഒരു ഇതുണ്ട്. ഷീ ലോഡ്ജ് ഞങ്ങൾ തുടങ്ങി വെച്ച എന്റെ മിഷൻ പേര് മാത്രമേ മാറ്റിയുള്ളൂ. ഞാൻ മേയറായിരിക്കുമ്പോൾ 33 അതിവേഗ പദ്ധതികൾ പ്രഖ്യാപിച്ചു. പരമാര റോഡിലുള്ള ഈ ഷീ ലോഡ്ജ് ഉൾപ്പെടെ. പേര് ഷീ ലോഡ്ജ് എന്നായിരുന്നില്ല, അതും ആ പദ്ധതിയുടെ തുടർച്ചയാണ്. സർക്കാർ തുടങ്ങി വെച്ച പദ്ധതിയുടെ പേരാണ്. താങ്കളുടെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. താങ്കളുടെ തിരിച്ചു ശരി. CBG പ്ലാന്റ് ഹൈക്കോടതി നിർദ്ദേശം നിങ്ങൾക്കറിയുമോ? 2023 മാർച്ച് 2-ാം തീയതി 13 ദിവസമാണ് ഈ നഗരം നിന്ന് കത്തിയത്. ഹൈക്കോടതി അന്ത്യശാസനം കൊടുത്തു. അങ്ങനെ വന്നപ്പോൾ BPCL അവരുടെ ഒരു പ്രൊപ്പോസലുമായി സ്വയം തയ്യാറായി വന്നതാണ്. ഗവൺമെൻറ് വിളിച്ചിട്ടല്ല, സ്വയം തയ്യാറായി BPCL വന്നു. ആ BPCL മുമ്പ് ഗെയിൽ എന്ന് പറഞ്ഞൊരു പൊതുമേഖലാ സ്ഥാപനം വന്നു. 6 മാസമാണ് മുഖ്യമന്ത്രിയുടെയും മേയറുടെ ഓഫീസിൽ ഇതേ CBG പ്ലാന്റ് പൂർണ്ണമായും CSR ഫണ്ട് വെച്ച് ചെയ്യുമെന്ന് പറഞ്ഞു വന്നത്. മടക്കി വിട്ടു. അതിന് സോണ്ട എന്ന് പറഞ്ഞ വൈക്കം വിശ്വന്റെ മരുമകന്റെ കമ്പനിക്ക് കൊടുത്തു. ഞാൻ കൂടുതൽ പറയണ്ടല്ലോ ബാക്കി. ആര് പറയുന്നു? ആ ലോക്കൽ ഫണ്ട് ഓഡിറ്റിന് തുടർച്ചയായിട്ട് ഗവൺമെന്റ് എന്ത് നടപടി സ്വീകരിച്ചു? ലോക്കൽ എങ്ങനെ? ഞാൻ വളരെ കൃത്യമായി നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി വന്നു. അവിടെ CBG പ്ലാന്റ് വന്നത് ബ്രഹ്മപുരം തീപിടുത്തം ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്ത്യശാസനം ഗവൺമെന്റ് കൊടുത്ത് പ്ലാന്റിനെ സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകണമെന്ന്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ BPCL സ്വയം മുന്നോട്ട് വന്നു. കോടതിക്കാണ് ഒരു അഫിഡവിറ്റ് കൊടുത്തത്. 1000 കോടി രൂപയുടെ പഴയത് എന്തോ ഞങ്ങളുടെ കാലത്ത് മുതൽ തുടങ്ങിയതാണ് പ്ലാൻ. ഞങ്ങളുടെ കാലത്ത് കേരളത്തിൽ ആദ്യമായിട്ട് വേസ്റ്റ് ടു എനർജി പ്ലാന്റ് വരേണ്ടതായിരുന്നു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം റദ്ദ് ചെയ്തതിന് ശേഷം സോണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിച്ച പ്രമുഖമായ CPM നേതാവിന്റെ മരുമകന്റെ കമ്പനിക്ക് വളഞ്ഞ വഴിയിലൂടെ കൊടുത്തു. ഒരു മാസം 10 ലക്ഷം രൂപയാണ് ബാധ്യത, ഒരു വർഷം 36 കോടി രൂപ, 25 വർഷത്തേക്ക് കൊടുത്തത്. ബ്രഹ്മപുരം തീപിടുത്തം വന്നതിന് ശേഷം അഴിമതി ആരോപണം ഞങ്ങൾ ഉന്നയിച്ചു. ആ ടെൻഡർ നടപടിയിൽ റദ്ദ് ചെയ്തു ഗവൺമെന്റ്. എന്തുകൊണ്ടാണ് അത് റദ്ദ് ചെയ്തത്? അതിനുശേഷം ഹൈക്കോടതി ഇടപെട്ട് അന്ത്യശാസനം കൊടുത്തപ്പോൾ പൊതുമേഖലാ സ്ഥാപനമായ BPCL, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ. CBG പ്ലാന്റ് ഈ കൗൺസിലിന്റെയോ ഗവൺമെന്റിന്റെയോ സ്വയം അവർ പ്രഖ്യാപിച്ചതല്ല. CSR ഫണ്ട് മാത്രമല്ല, കോടതിയുടെ അന്ത്യശാസനത്തിന്റെ പദ്ധതി. താങ്കളുടെ ഒറ്റ ചോദ്യം, ഈ കൗൺസിലിന്റെ കാലത്ത് തുടങ്ങി വെച്ച ഒരു പുതിയ പദ്ധതിയുടെ പേര് പറ.